नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന, പേജ് നമ്പർ 883. വേദമൂർത്തികൾ തുടർന്നു: പ്രിയപ്പെട്ട ഭഗവാനെ, ജീവിത സാഫല്യം നേടുന്നതിൽ ദക്ഷരും ജ്ഞാനികളുമായ അനേകം ദിവ്യയോഗികളുണ്ട്. അവർ ശരീരാന്തർഭാഗത്തെ പ്രാണങ്ങളെ നിയന്ത്രിക്കാനുള്ള യോഗസാധനകളിൽ നിരതരാണ്. മനസ്സ് വിഷ്ണു രൂപത്തിലുറപ്പിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കർക്കശമായി നിയന്ത്രിച്ചുകൊണ്ടും അവർ യോഗസാധനകളിൽ ഏർപ്പെടുന്നു. എന്നാൽ അത്യന്തം കഠിനമായ തപോനുഷ്ഠാനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ശേഷവും അങ്ങയോടു ശത്രുത പുലർത്തുന്ന അവരുടെ ലക്ഷ്യത്തിൽ തന്നെയാണ് അവർ എത്തിച്ചേരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യോഗികളും വലിയ ദാർശനികരും പ്രാപിക്കുന്നത് നിർവ്യക്തികമായ ബ്രഹ്മദീപ്തിയെയാണ്. അതുതന്നെയാണു ഭഗവാന്റെ സ്ഥിരം ശത്രുക്കളായ അസുരന്മാരും ചെന്നെത്തുന്ന സ്ഥാനം. കംസൻ, ശിശുപാലൻ, ദന്തവക്രൻ തുടങ്ങിയ അസുരന്മാരെല്ലാം ബ്രഹ്മദീപ്തിയിലെത്തി. കാരണം അവർ നിരന്തരം പരമപുരുഷനെ ധ്യാനിച്ചിരുന്നു. ഗോപിമാരെ പോലുള്ള സ്ത്രീജനങ്ങൾ ശ്രീകൃഷ്ണനിൽ ആഭിമുഖ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. അവരുടെ മനസ്സു കൃഷ്ണനിൽ കേന്ദ്രീകൃതമായതു കാമം മൂലമാണ്. നീണ്ടുരുണ്ട് സർപ്പാകൃതിയിലുള്ള ആ ബഹുവലയത്തിൽ അവർ കൊതിച്ചു. അതുപോലെ തന്നെ വൈദിക സ്തോത്രങ്ങളായ ഞങ്ങളും അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നു. ഗോപികൾ അങ്ങയെ ധ്യാനിക്കുന്നതു കാമത്തിൻ്റെ പ്രേരണ മൂലമാണ്. ഞങ്ങൾ ഭഗവത് ധാമത്തിലേക്കു മടങ്ങാൻ വേണ്ടിയും അങ്ങയെ എങ്ങനെ നിഗ്രഹിക്കണമെന്ന ചിന്തയിലാണ് ശത്രുക്കൾ അങ്ങയെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത്. യോഗികൾ തപോനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതു അവിടുത്തെ നിർവ്യക്തിക ദീപ്തിയെ പ്രാപിക്കാനാണ്. ഈ വിഭിന്ന വ്യക്തികളെല്ലാം ധ്യാനിക്കുന്നതു വിവിധ രീതിയിലാണെങ്കിലും അവരവരുടെ വിഭിന്ന വീക്ഷണങ്ങൾക്കനുസരണമായി ആധ്യാത്മിക സാഫല്യമടയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അങ്ങേക്കു ഭക്തരൊക്കെ തുല്യരാണ്. ഇതു സംബന്ധിച്ച് ശ്രീധരസ്വാമി മനോഹരമായ ഒരു കവിത രചിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭഗവാനെ, സദാ അങ്ങയുടെ പാദപദ്മങ്ങളെ തന്നെ ചിന്തിക്കുക എന്നതു അത്യന്തം വിഷമമുള്ള കാര്യമാണ്. അങ്ങയുടെ നേർക്കു പ്രേമം കൈവന്നിരിക്കുന്നവരും അങ്ങയുടെ അതീന്ദ്രിയ സേവനത്തിലേർപ്പെട്ടിരിക്കുന്നവരുമായ മഹാഭക്തന്മാർക്ക്
അതു സാധ്യമാണ്. ഭഗവാനെ, ഏതെങ്കിലും തരത്തിൽ അല്പനേരത്തേക്കെങ്കിലും അവിടുത്തെ പാദപദ്മങ്ങളിൽ എൻ്റെ മനസ്സു വ്യാപരിക്കണമേ എന്നാണെൻ്റെ ആഗ്രഹം. ഹരേ കൃഷ്ണ.